ഇവിടെ വളരെ വലിയ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് ആർക്കും എന്തും കളിക്കാമെന്ന് തോന്നിയാൽ ഇന്ത്യ അവനെ പുകച്ചു കളയുമെന്നും ലോകത്തെ ഏത് കരുത്തരായ ഭരണാധികാരിയാണേലും അവനെ താഴെ ഇറക്കിയിരിക്കുമെന്നും അത് പറയാതെ അത് ചെയ്തു കഴിഞ്ഞ് ലോകം അറിഞ്ഞാൽ മതി എന്നുള്ള നിലപാടെടുത്തു. ഇതാണ് മോദി, ഇതാണ് ട്രംപ്. ഇത് ഇവിടം കൊണ്ട് തീരാൻ പോകുന്നില്ല. നാടൻ ഭാഷയിൽ പറയും വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്ന്. ഇപ്പോൾ ഈ കാനഡ പ്രധാനമന്ത്രി രാജിവെക്കുമ്പോൾ, ജസ്റ്റിൻ ട്രൂഡോ രാജിവെക്കുമ്പോൾ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നത് അവിടെയല്ല, ഇറാനില്, സൗദി അറേബ്യയില്, ഇറാഖില്, സിറിയയില്, അഫ്ഗാനിസ്ഥാനില്, പാകിസ്ഥാനില്, ബംഗ്ലാദേശില് ഇവരൊക്കെയാണ് ഞെട്ടുന്നത്. കാരണം ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കാനഡ എത്രയോ വലിയ രാജ്യമാണ്. അവരെ കൊമ്പ് കുത്തിച്ച് താഴെ ഇറക്കി അധികാരത്തിൽ നിന്ന് വലിച്ചെറിയാനുള്ള കരുത്ത് മോദിക്കുണ്ട് എങ്കിൽ അടുത്തത് ഇറാനാണ് എന്ന് ഇറാന് മനസ്സിലായി. ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രധാനമന്ത്രി ഡൽഹിയിലെത്തി, ഇറാന്റെ വിദേശകാര്യമന്ത്രി ഡൽഹിയിലെത്തി ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി ജയശങ്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ പടം നമ്മൾ കണ്ടു. നമ്മുടെ പത്രങ്ങളായതുകൊണ്ട് അതിന് പ്രാധാന്യമൊന്നും കൊടുത്തില്ല. പക്ഷെ അതിന്റെ പിന്നിൽ വലിയൊരു സംഭവമുണ്ട്. അതായത് അടുത്തതായിട്ട് അമേരിക്ക ഉന്നം വെക്കുന്നത് ഇറാനെയാണ്. ഇപ്പോൾ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധരംഗത്ത് ഇസ്രയേലിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഇറാൻ ഇസ്രയേലിനെതിരെ ഇസ്ലാമിക ശക്തികൾക്ക് ആയുധം കൊടുക്കുകയും അഭയം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരാണോ ഇസ്രയേലിനെതിരെ നിൽക്കുന്നത് അവനെ പൂശും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് പറഞ്ഞ ചെയ്യും. അപ്പോൾ ട്രംപിനെ അനുനയിപ്പിക്കണമെങ്കിൽ ഈ ലോകത്ത് ഒരൊറ്റ ശക്തിയേ ഉള്ളൂ, അത് മോദിയാണ്. അതുകൊണ്ടാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഡൽഹിയിലേക്ക് പറന്നു വരികയും മോദിയൊന്നും കാണാൻ കിട്ടിയില്ല, ജയശങ്കറിനെ കണ്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ദയവ് ചെയ്ത് ഈ ട്രൂഡോയെ വലിച്ചെറിഞ്ഞ പോലെ ഞങ്ങളെ വലിച്ചെറിയരുത്. കാരണം ട്രൂഡോയെ വലിച്ചെറിഞ്ഞാലും ട്രൂഡോ ജീവിച്ചിരിക്കും, അവിടുത്തെ സംസ്കാരം അതാ. പക്ഷേ ഇറാന്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റിനെയോ അധികാരത്തിൽ നിറക്കിയാൽ പിറ്റേ അടുത്ത നിമിഷം പട്ടാളം വെടിവെച്ച് കൊല്ലും, അല്ലെ തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലും. അതുകൊണ്ട് പ്രാണരക്ഷാർത്ഥം കരഞ്ഞു മോങ്ങി നിലവിളിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി. പോകുന്നേ ഉള്ളൂ. ഇപ്പൊ ഇറാൻ എന്ന് പറയുന്നത് വലിയൊരു രക്ഷകർത്താവായിട്ട് നിൽക്കുകയാണ് ഭീകരവാദികൾക്ക്. ഇപ്പോ ലഷ്കർ ഇ തോയ്ബ ആണെങ്കിലും താലിബാൻ ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഏത് ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ISIS ആണെങ്കിലും ഇവരുടെയൊക്കെ തലതൊട്ടപ്പനും രക്ഷകർത്താവുമാണ് ഇറാൻ എന്ന് പറയുന്ന ഭീകരരാജ്യം. ആ ഇറാന്റെ ഗതികേട് ഇതാണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന തുർക്കി, അതുപോലെ തന്നെ UAE-യിലെ ഒരു UAE ഭാഗത്തുള്ള ഇസ്ലാമിക തീവ്രവാദ സ്റ്റേറ്റുകൾ, പിന്നെ ഖത്തർ, സൗദി അറേബ്യ, ഇത് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നതായി ഇസ്ലാമിക തീവ്രവാദ ഭരണകൂടങ്ങൾ. ഈ ഭരണകൂടങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി ഞങ്ങളുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അമേരിക്കയും ഇന്ത്യയും കൂടി ഒന്നിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഈ സാധനം ബാക്കി ഉണ്ടാവില്ല. ആരെയൊക്കെ തട്ടണം, ആരെയൊക്കെ പൂശണം, ആരെയൊക്കെ താഴെ ഇറക്കണം എന്ന് തീരുമാനിച്ചാൽ ട്രംപും മോദിയും കൂടെ ഒന്നിച്ചാൽ ലോകത്ത് ഒരു ശക്തിക്കും തടയാൻ പറ്റില്ല. അതിന്റെ ഏറ്റവും ക്ലാസിക്കൽ ഉദാഹരണമാണ് കാനഡയിൽ ഇപ്പൊ സംഭവിച്ചു കഴിഞ്ഞത്. അതുകൊണ്ട് ഇനി കാണാൻ പോകുന്നത് ട്രംപ് അടുത്ത ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതോടുകൂടി ഈ ഇസ്ലാമിക സ്റ്റേറ്റുകളും പൊളിറ്റിക്കൽ ഇസ്ലാമും ആയുധം വെച്ച് കീഴടങ്ങാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം, ഈ കാഴ്ചകളെല്ലാം കാണുമ്പോൾ നമ്മൾ ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇതെന്താ ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും ആഗോള ഇസ്ലാമിക തീവ്രവാദികളുടെയും ഏറ്റവും സുരക്ഷിതമായ അഭയകേന്ദ്രമാണ് കേരളം. ഞാനിത് വെറുതെ ആരോപിക്കുന്നതല്ല. ലോകത്തെവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടിയാൽ, ലോകത്തെവിടെയെങ്കിലും ഒരു തീവ്രവാദി മനുഷ്യ ബോംബായിട്ട് പൊട്ടിത്തെറിച്ചാൽ അന്വേഷണം വരുന്നത് കേരളത്തിലേക്കാണ്. 200-ലധികം പേരാണ് കേരളത്തിൽ നിന്ന് ബോംബായിട്ട് പൊട്ടിത്തെറിക്കാൻ ISIS-ലേക്ക് പോയത്, സിറിയയിലേക്ക് പോയത് എന്നുള്ളത് നമുക്കറിയാം. അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഒക്കെ പോയി മരിച്ചു വീണ മലയാളികളുടെ എണ്ണം 100 കണക്കിനാണ്. 1-2 പേർക്ക് അബദ്ധം പറ്റിയതല്ല, 100 കണക്കിനാണ്. അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിലെ ഇപ്പോഴും ബോധമുദിക്കാത്ത കുറെ ഭീകരവാദികളുണ്ട്. അവര് ഞങ്ങൾ മതേതരരാണ്, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണ്, ഞങ്ങള് ഭീകരതയൊന്നുമില്ല, ഞങ്ങള് സ്നേഹമതമാണ്, ഞങ്ങള് അതാണ് ഇതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവന് കൈവെക്കാൻ വേണ്ടി കേരള നിയമസഭയ്ക്കകത്ത് 140 പേരുണ്ട്. പിന്നെ 29 MP-മാരിൽ 28 പേര് MP-മാരും ഉണ്ട്. ഇവിടുത്തെ BJP NDA ഘടകകക്ഷികൾ ഒഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ, അത് ഇലക്ട്രോണിക്സ് മീഡിയ ആണെങ്കിലും പ്രിന്റ് മീഡിയ ആണെങ്കിലും ഉണ്ട്.
ഇവരുടെയൊക്കെ എച്ചിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന കുറെ സാംസ്കാരിക ബുദ്ധിജീവികൾ, അങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഇവർക്കെല്ലാമുള്ള മുന്നറിയിപ്പാണ് കാനഡ. അതുകൊണ്ട് വായനയും എഴുത്തും അറിയാവുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കാനഡയിൽ എന്താ സംഭവിച്ചത് എന്ന് ഞാൻ പറഞ്ഞത് വിശ്വസിക്കാതെ നേരിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക, വീഡിയോസ് കാണുക. കാനഡയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇറാനിൽ തുടങ്ങിയിരിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള, ആമുഖമായി പറയാനുള്ള കാര്യം. സാറേ, ഇപ്പൊ നമുക്കറിയാം കാനഡയിലെ ഈ പറയുന്ന ഖലിസ്ഥാൻ തീവ്രവാദികൾ, ആ തീവ്രവാദികളുടെ നേതാക്കന്മാരെയൊക്കെ അജ്ഞാതൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ശരിയാക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. പക്ഷെ അവിടെ ഈ ഭരണം നിശ്ചയിക്കുന്ന രൂപത്തിലേക്കുള്ള ശക്തി എന്ന രീതിയിൽ തന്നെ ഇവരുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവരുടെ ഒരു ഭാവി എന്തായിരിക്കും പറയുകയാണെങ്കിൽ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പൊ ബൈജു ചോദിച്ചത്. ഇവരുടെ ഭാവി എന്തായിരിക്കും? ഇപ്പോ കാനഡ എന്ന് പറയുന്ന രാജ്യം സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിസോഴ്സസ് വളരെ കുറവാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് വളരെ കുറവാണ്. അതായത് അവിടെ ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, സയന്റിസ്റ്റുകള്, അതുപോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാര്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് വിദേശ രാജ്യത്ത് നിന്ന് വരുന്നവരെ ആശ്രയിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ എന്നാൽ അവർ നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നം, കാനഡയിലെ ജീവിത ചെലവ് കൂടുന്നു, ടാക്സ് കൂടുന്നു, ജീവിക്കാൻ ഒരു നിർവാഹമില്ല. അങ്ങനെ വരുമ്പോൾ കാനഡയിലെ യുവാക്കളും വിദ്യാർത്ഥികളും, അതായത് വർക്കിംഗ് ടീം എന്ന് പറയുന്ന യൂത്ത്, അപ്പാടെ അമേരിക്കയിലേക്ക് ഒലിച്ചു പോവുകയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് അവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് കാനഡ ജീവിക്കുന്നത്. ഇപ്പൊ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഈ തരത്തിലുള്ള കുടിയേറ്റം അദ്ദേഹം ശക്തമായിട്ട് നേരിടാനാണ് സാധ്യത. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക നിശ്ചയിക്കുന്ന നിയമം അനുസരിച്ച് ടാക്സ് കൊടുത്ത്, വാടക കൊടുത്ത്, വൻതോതിൽ പണം അടച്ചാൽ മാത്രം അമേരിക്കയിൽ ജീവിക്കാം എന്നൊരവസ്ഥ കാനഡ പൗരന്മാർക്ക് വരാൻ പോവാണ്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? കാനഡ പാപ്പരാകും, സാമ്പത്തികമായിട്ട് തകരും. അപ്പൊ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് കാനഡയിൽ നിന്ന് ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന, പണിയെടുത്തുണ്ടാക്കുന്ന പണം മുഴുവൻ അവിടെ ടാക്സ് ആയിട്ടും റെന്റ് ആയിട്ടും കൊടുക്കേണ്ടി വരും. ഇങ്ങനെ വരുമ്പോൾ കാനഡയിലേക്കുള്ള ഇന്ത്യൻ കുടിയേറ്റം വളരെയേറെ ദുഷ്കരമായി തീരും. ഇതാണ് ഒന്നാമത് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പഞ്ചാബിൽ നിന്ന് കാനഡയിൽ പോയ 10 ലക്ഷം പേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇരട്ട പൗരത്വവും അവരുടെ ഈ ഇന്ത്യയിലെ പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ ഉത്തർപ്രദേശങ്ങളിലുള്ള അവരുടെ സമ്പത്തും വളരെയേറെ പ്രശ്നങ്ങൾ നേരിടാൻ പോവാണ്. പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാനും ജാമിദ ടീച്ചറൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, 2 മാസത്തേക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുന്നവർ കടമായിട്ട് തന്നെ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ടും. പക്ഷെ അതിലേക്ക് ഒരുപാട് ആളുകൾ കടമായിട്ടല്ലാതെ തന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടും നമ്മളോടുള്ള ആത്മാർത്ഥത കൊണ്ടും സഹായിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കൽ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് ബന്ധുക്കളോ അതല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ നമ്മുടെ ഈ ചാനൽ മേഖലയിലുള്ള അതല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുള്ള നമ്മുടെ സംഘബന്ധുക്കൾ തന്നെയാണ് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പുറത്ത് ഒരാളോട് ഒരു കടം ചോദിക്കാനോ അതല്ലെങ്കിൽ ഒരു രൂപ സഹായിക്കണമെന്ന് പറയാനോ പറ്റാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചാനലിലൂടെ പല കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഈ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് മാത്രമേ നമ്മൾക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് ഉള്ളൂ എന്നതാണ് സത്യം. കാരണം നമ്മൾ ഈ ചാനൽ മേഖലയിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കളായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും നാട്ടുകാരായാലും നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് ഞാൻ ജീവിക്കുന്നതൊക്കെ പെറ്റു വളർന്ന് ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, നിലമ്പൂർ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആയിരിക്കും ഇവരുടെയൊക്കെ ഒരു ശത്രുത മനോഭാവം എന്നറിയാമല്ലോ. അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ തന്നെയാണ്, സംഘബന്ധുക്കൾ തന്നെയാണ് എന്റെ സുഹൃത്തുക്കൾ, എന്റെ ബന്ധുക്കൾ. അതുകൊണ്ട് എനിക്കൊരു തളർച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് മാത്രമാണ് അഭ്യർത്ഥിക്കുക. അപ്പോൾ ജാമിദ ടീച്ചറും തന്നെ എന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ടീച്ചറും കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ബൈജുവിനെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമാണ്. എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളും എന്റെ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് ജാമിദ ടീച്ചറും കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പൊ ഇതിന്റെ ആദ്യ കമന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. വീണ്ടും പറയാം, എനിക്ക് എന്റെ വ്യക്തമായുള്ള കാര്യങ്ങൾ, അത് സഹായമായാലും അപേക്ഷയായാലും എല്ലാം എനിക്ക് വെക്കാനുള്ളത് മാന്യ പ്രേക്ഷകർക്ക് മുൻപിലാണ്. കാരണം എന്റെ സുഹൃത്തുക്കളായാലും എന്റെ ബന്ധുക്കളായാലും അതെല്ലാം എന്റെ ഈ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അതിലേക്ക് എന്റെ ബന്ധുക്കളായാലും എന്റെ സുഹൃത്തുക്കളായാലും എന്നെ വിട്ടുപോയത് ഈ ഒരു പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ ആദ്യ കമന്റ് വാച്ച് ചെയ്യുക, ആദ്യം പിൻ ചെയ്ത് വെച്ച കമന്റ് നോക്കുക എന്ന് മാത്രം വീണ്ടും അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.